അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടായോ? എന്തൊക്കെ ഓക്കെ, എന്തൊക്കെ എഴുതണ്ടെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ഓക്കെ. അപ്പൊ നമ്മൾ ശരിക്കും ആലോചിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്. യെസ്. അപ്പൊ ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പം ഷിഹാബുദ്ദീൻ സാർ കണ്ടു. ഷിഹാബുദ്ദീൻ സാറിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരുടെ വീഡിയോ? ഓക്കെ. അദ്ദേഹം മലപ്പുറത്ത് ഇവിടെ കൊണ്ടോട്ടിയിലുള്ളതാണ്. അപ്പൊ അവിടെ അദ്ദേഹം ഇങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ നമ്മളെ അടുത്ത് ചോദിച്ചത്, നിങ്ങൾക്ക് ദൈവം തന്നിട്ടില്ല എന്ന് തോന്നുന്ന 5 കാര്യങ്ങൾ എഴുതാനാണ്. 10 എഴുതിയോ? വെരി ഗുഡ് സർ. ആരാണ്? അഷ്റഫ് സാർ ആണോ? വെരി ഗുഡ് സർ, വെരി ഗുഡ് സർ. അപ്പൊ നമ്മളെങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോ പറയൂ സർ. നിങ്ങൾ ചോദിച്ചപ്പോ കടയിൽ ആളുണ്ടായിരുന്നു, അതെ മൈക്ക ഓഫാക്കി തുടക്കത്തിൽ പറയാൻ കഴിഞ്ഞത്. ഓക്കെ സർ, ഓക്കെ, കുഴപ്പമില്ല. അപ്പം നമുക്കിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോ ഭയങ്കര സംശയമാണ്, നമ്മൾ എന്താണ് ഇത്ര എഴുതാനുള്ളത്? നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നന്ദി പറയാനുണ്ടോ? നമ്മൾ ഇത്രയും ഈ ഒരു നിലയിൽ എത്തിയത് നമ്മളുടെ മാത്രം പ്രയത്നം കൊണ്ടാണ്, നമ്മളുടെ മാത്രം കഴിവ് കൊണ്ടാണ്. വേറെ ആൾക്കാരൊന്നും നമ്മളെ സഹായിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേറെ ആൾക്കാരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്താണ് ഇത്ര കാര്യമായിട്ട് എഴുതുകയെന്ന് നമുക്കൊരു ചില സമയത്തെങ്കിലും സംശയം തോന്നാം. പക്ഷെ ഷിഹാബുദ്ദീൻ സാർ ആ ഒരു ക്ലാസ്സിൽ പറയുന്നത് അദ്ദേഹം വളരെ ഹാപ്പിയാണ്. ഇപ്പം ഷിഹാബുദ്ദീൻ സാർ ജനിച്ചപ്പം അദ്ദേഹത്തിന് എന്താണ് കുറെ കുറവുകൾ ഉണ്ടായിരുന്നു. കൈയില്ല, കാലില്ല. അപ്പം ജീവിക്കാനുള്ള സാധ്യത തന്നെ വളരെ കുറവായിരുന്നു. ഡോക്ടർമാരൊക്കെ പറഞ്ഞത് അങ്ങനെ കുറെ ദിവസമൊന്നും ജീവിച്ചിരിക്കില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം 8ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത്. പിന്നെ 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കുണ്ട്, 90% മാർക്കുണ്ട്. പിന്നെ PG പഠിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഇന്ന് നോക്കുമ്പോ നമുക്ക് ആ മുഖത്ത് നോക്കുമ്പോ നമുക്കറിയാം ആ സന്തോഷം അല്ലെ. നമ്മളെപ്പോലെ അങ്ങനെ വിഷമിച്ചിരിക്കുന്നൊന്നുമില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ട് അവർക്ക്. പക്ഷെ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക്, എല്ലാ കഴിവുള്ള ആൾക്കാർക്കാണ് ഭയങ്കര വിഷമം എപ്പോഴും. നമുക്ക് കുറെ കാര്യങ്ങൾ ഇല്ല അല്ലേ. ഇപ്പൊ എന്നിട്ട് അന്ന് ആ ഒരു ക്ലാസ്സിൽ സാർ ചോദിച്ചത്, നിങ്ങൾക്ക് ദൈവം തന്നിട്ടില്ല എന്ന് തോന്നുന്ന 5 കാര്യങ്ങളൊന്ന് എഴുതൂ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ചോദ്യം നമ്മളടുത്തൊക്കെ ചോദിച്ചപ്പോ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫീലിങ്സ് ആയി. നമുക്കൊക്കെ ഭയങ്കര ഒരു വിഷമം. ശരിയാ, നമ്മൾ ആലോചിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും നല്ല കഴിവുണ്ട്, നമുക്ക് അങ്ങനെ വലിയ കുറവുകളൊന്നും ഇല്ല അല്ലേ. എന്താണ്? യെസ് യെസ്. ഇപ്പം പണമാണ് നമ്മളുടെ പ്രശ്നമെങ്കിൽ, പണം നമുക്ക് കുറവാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കാനുള്ള ഒത്തിരി വഴികളുണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ കുറെ ആൾക്കാരുണ്ട് ഇതുപോലെ. അവർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, വൈകല്യങ്ങളുണ്ട്. പക്ഷെ അവര് നമ്മളുടെ സന്തോഷത്തിലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും സന്തോഷിക്കാനുള്ള കാരണങ്ങളാണ് അന്വേഷിക്കേണ്ടത്. അപ്പൊ രാവിലെ തന്നെ നമ്മൾ എണീറ്റിട്ട് ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ നമ്മളിൽ ഭയങ്കര ഒരു ചേഞ്ച് വരും. നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചെയ്യില്ലേ? എല്ലാ ദിവസവും ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതില്ലേ? എന്താണ്? ഒരു ദിവസം എഴുതാൻ തന്നെ പിറ്റേന്ന് എഴുതാൻ പറ്റുമോ? വെവ്വേറെ എഴുതണോ? വേറെ വേറെ എഴുതണം. അത് തന്നെ എഴുതാൻ കുഴപ്പമില്ല. പക്ഷെ കഴിയതും വേറെ വേറെ എഴുതുന്നാ നല്ലത്. നമുക്ക് ആലോചിക്കുമ്പോൾ കുറെ കിട്ടും. ഇനി അത് റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ മാഡം. ഓക്കെ.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾ സെറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഇന്നലെ നമ്മളുടെ മനസ്സ് എങ്ങനെ ശുദ്ധമാക്കാം, നമ്മളെ മനസ്സ് ഒരു പൂന്തോട്ടത്തെ പോലെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിരുന്നു അല്ലെ. നമ്മുടെ മനസ്സ് മനോഹരമായ ഒരു പൂന്തോട്ടം പോലെയാണ്. അതിലെ കളകളൊക്കെ പറിച്ചു മാറ്റി നമ്മൾ അല്ലെ ഇന്നലെ. അതിനുള്ള കുറെ ടെക്നിക്സ് ഒക്കെ നമ്മൾ ഇന്നലെ നോക്കിയില്ലേ. നമ്മുടെ മനസ്സിനെ ഒരു പൂന്തോട്ടം പോലെ നിലനിർത്താൻ എന്തൊക്കെ ചെയ്യേണ്ടത്, അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ ഒരു പൂന്തോട്ടത്തില് നമുക്കിനി വിത്ത് നടണ്ടേ. നമുക്ക് ഇങ്ങനെ ഈ ഒരു ഭൂമി ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭൂമി ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ നമ്മള് കളകളൊക്കെ മാറ്റി നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ നടുന്ന വിത്തുകൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഗോൾസ് ആണ്, നമ്മളെ ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യങ്ങൾ ഇങ്ങനെ എന്താണ് ആ വിത്തുകളൊക്കെ വളർന്നിട്ടാണ് നമുക്ക് അതെ അതെ യെസ്, ആ വിത്തുകളൊക്കെ വളർന്നിട്ടാണ് നല്ല ഫലങ്ങൾ അല്ലെങ്കിൽ വലിയ മനോഹരമായിട്ടുള്ള പൂന്തോട്ടമായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫ്രം വാട്ട് ഈസ് ഇറവലന്റ് ഓർ എ ഡിസ്ട്രാക്ഷൻ. അപ്പൊ ഇത് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇത് തമ്മിൽ എന്താണ് വേർതിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ലൈഫിൽ എന്തൊക്കെയാ വേണ്ടത് അതിനെപ്പറ്റി നമുക്ക് നല്ലൊരു ക്ലാരിറ്റി വേണം. നമുക്ക് ലൈഫിൽ എന്തൊക്കെ വേണം അതിനെപ്പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ വേണം. അതുപോലെ നമുക്ക് എന്തൊക്കെ വേണ്ട അതിനെപ്പറ്റി നമുക്ക് ഒരു ക്ലാരിറ്റി വേണം. ജീവിതത്തിലെ അധികം പേരും പരാജയപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് അവർക്ക് ജീവിതത്തിൽ അവരുടെ ലൈഫിൽ എന്താണ് വേണ്ടത് അതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അവർക്ക് തന്നെ അറിയില്ല അവർക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് എന്നുള്ളത്. അപ്പൊ നിങ്ങള് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാ വേണ്ടത് എന്നുള്ളത്? വീട് വേണം, ജോലി വേണം, ആരോഗ്യം വേണം, വസ്ത്രം വേണം, പണം വേണം. സാമ്പത്തികം. അപ്പൊ നമുക്ക് ഇതിലേറെ കൂടുതലായിട്ട് ക്ലാരിറ്റി വേണം. നമുക്ക് നമ്മുടെ ലൈഫ് നല്ല മനോഹരമായിട്ട് ആക്കാൻ, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ എന്തൊക്കെ നേടുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഹാപ്പി ആവുക? ഇതിനെ പറ്റി നമ്മൾ എപ്പോഴും ചിന്തിക്കണം. എന്താണ് നമ്മൾ വിചാരിച്ചവരെ നടന്നാലും മനസ്സിന് സന്തോഷം. നമ്മള് വിചാരിച്ചാല് നടന്ന കാര്യം നമുക്ക് മനസ്സിന് സന്തോഷം വരും. അപ്പൊ ഹാർഡ് വർക്ക് സാമ്പത്തികം വന്ന സന്തോഷമാവും. അതെ, സാമ്പത്തികം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുറെ പ്രശ്നങ്ങൾ മാറും. ഒരുവിധമല്ല 90% മാറും. അതെ. അപ്പൊ ഈ ഹാർഡ്വേർഡ് ബിസിനസ് ഒരു ഹാർഡ്വേർഡ് കോളേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹാർഡ്വേർഡ് കൂടുതൽ കടം ഒഴിവായി കിട്ടിയാൽ കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോ സമ്പത്ത് കൂടുതൽ വരാനൊരു ചാൻസും കൂടി അതിലുണ്ടാവും. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കടം ഒഴിവാകുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും സാമ്പത്തികം മെച്ചപ്പെടുത്തിയാൽ അവരുടെ ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ട് സാമ്പത്തികത്തിൽ കടമൊന്നും ഇല്ലല്ലോ മേഡം. ഏത് സാമ്പത്തികം ഉണ്ടെങ്കിലും ഏതും നിവർത്താൻ പറ്റും. കടമൊന്നല്ല ഏത് ഇതും. അതെ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നോക്കാം എങ്ങനെ നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ നമുക്ക് അതിനെന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ഹാർഡ്വേർഡ് ബിസിനസ് സ്കൂള് ഇത് പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂളാണ്, ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അവിടുത്തെ ഒരു സ്റ്റോറി, ഈ ഗോൾ സെറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട് അവിടെ. അപ്പൊ അവിടെ ഈ MBA പഠിച്ചിറങ്ങിയ കുട്ടികള് അവരടുത്ത് അവിടുത്തെ ഓഫീസേഴ്സ് ഒക്കെ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്ക് കൃത്യമായിട്ടുള്ള ഗോൾസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതില്
84% കുട്ടികൾ പറഞ്ഞത് അവർക്ക് ഗോൾസേ ഇല്ല എന്നുള്ളതാണ്. 13% കുട്ടികൾ പറഞ്ഞു അവർക്ക് ഗോൾസ് ഉണ്ട്, അവരുടെ മനസ്സിലാണുള്ളത്, അത് അവർ എഴുതി വെച്ചിട്ടൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ 3% കുട്ടികൾ പറഞ്ഞത് അവർക്ക് കൃത്യമായിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള ഗോൾസ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ അവരെല്ലാരും അവരുടെ പഠനമൊക്കെ കഴിഞ്ഞു പോയി. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ ഈ ഓഫീസേഴ്സ്, ആ കോളേജിലത്തെ ഓഫീസേഴ്സ് അവരെ നിരീക്ഷിക്കുകയായിരുന്നു. 10 വർഷം കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ അടുത്ത് പിന്നെയും ചോദിച്ചപ്പം അവർ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പൊ ഈ 84% കുട്ടികൾ അവർക്ക് ഗോൾസ് ഒന്നും ഇല്ലല്ലോ. അവരിൽ നിന്ന് ഈ 13% കുട്ടികള് അവരെക്കാളും ഇരട്ടി സമ്പാദിക്കുന്നുണ്ടായിരുന്നു. ഈ 13% എന്ന് പറഞ്ഞാല് അവർക്ക് ഗോൾസ് ഉണ്ട്, പക്ഷെ അവരൊന്നും എഴുതി വെച്ചിട്ടില്ല. ആ 13% എന്ന് പറഞ്ഞാൽ ഈ 84%-ത്തിലേറെ ഇരട്ടി പൈസ അന്ന് സമ്പാദിക്കുന്നുണ്ട്. പിന്നെ ഈ അധികൃതരെ എന്താണ് അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3% ആൾക്കാരില്ലേ, അവര് ഈ 97% കുട്ടികളിലേറെ 10 ഇരട്ടിയാണ് സമ്പാദിക്കുന്നത്. 10 വർഷം കഴിഞ്ഞപ്പം ഈ 13%, 84% കൂട്ടി കഴിഞ്ഞാൽ 97%. ഈ 3% നല്ല ക്ലിയർ ആയിട്ട് എഴുതി വെച്ച ഗോൾസ് ഉള്ള ഈ കുട്ടികൾ എന്താണെന്ന് അറിയോ, അവർ 97% കുട്ടികളിലേറെ 10 ഇരട്ടിയാണ് സമ്പാദിക്കുന്നത്. അപ്പൊ നമ്മള് ഗോൾസ് നമ്മളെല്ലാരും ഗോൾസ് എഴുതണം. നമ്മൾ ഗോൾസ് എഴുതുമ്പോൾ നമുക്കത് നേടാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഗോൾസ് ഇന്ന് തന്നെ എഴുതണം. നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങള്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് നമ്മളുടെ ഓബ്സ്റ്റക്കിൾസ്, നമുക്ക് എന്തൊക്കെയാണ് പ്രതിസന്ധികൾ ഉള്ളത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതിലോട്ട് എത്താൻ എന്തൊക്കെ തടസ്സങ്ങളാണുള്ളത്? സാമ്പത്തികമാണോ? എന്താണ്? സാമ്പത്തികമുണ്ട്, മാനസികമായിട്ടും. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കണം നമുക്ക് എന്താണ് ജെന്യൂൻ ആയിട്ടുള്ള റീസൺ, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും എക്സ്ക്യൂസ് കണ്ടെത്തുകയാണോ? ഇപ്പൊ ചില സമയത്ത് ചില ആൾക്കാരൊക്കെ പറയും എന്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് വരാൻ സാധിച്ചില്ല, ഗവൺമെന്റ് ശരിയല്ല, അല്ലെങ്കിൽ എന്റെ പേരൻസ് എന്നെ ഹെൽപ്പ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അപ്പൊ അങ്ങനത്തെ പല അഭിപ്രായങ്ങളും പറയും. പക്ഷെ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. നമുക്ക് മുന്നോട്ട് വരാൻ അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യത്തിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിക്കണം. അപ്പൊ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഈ ഒബ്സ്റ്റക്കിൾസ്, നിങ്ങൾക്ക് എന്തൊക്കെ തടസ്സങ്ങളാണ് ഉള്ളത് എന്ന് തോന്നുന്നത് അതൊന്ന് എഴുതി വെക്കണം. അത് ശരിക്കുമുള്ളത് തന്നെയാണോ, അതോ നിങ്ങൾ ശരിക്കും അങ്ങനെ വിചാരിക്കുന്നതാണോ, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണോ എന്നൊന്ന് ആലോചിക്കണം. അപ്പൊ ഇന്ന് നിങ്ങളുടെ ഗോൾസ് ഒന്ന് എഴുതണം. ഗോൾസ് നമ്മൾ എഴുതി വെക്കുമ്പോഴാണ് അതിന് കുറച്ചും കൂടെ എന്താണ് ക്ലാരിറ്റി വരുന്നത്. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഡയറി ഒക്കെ നിങ്ങൾ വാങ്ങിയിട്ട് ഗോൾസ് എഴുതി വെക്കണം. ഗോൾസ് 3 ടൈപ്പിലുണ്ട്. ലൈഫ് ടൈം ഗോൾസ്, ലോങ് ടേം ഗോൾസ്, ഷോർട്ട് ടേം ഗോൾസ്. ലൈഫ് ടൈം ഗോൾസ് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് വേണ്ടത്. നമ്മുടെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, അതൊക്കെ അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് എഴുതി വെക്കാം. ലൈഫ് ടൈം ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു 20 വർഷം അല്ലെങ്കിൽ 30 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ വേണം. നമുക്ക് കുറെ വിദേശ യാത്രകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവാം. പിന്നെന്തൊക്കെയാ നിങ്ങളുടെ ആഗ്രഹങ്ങള്? വേറെ എന്തൊക്കെയാ? സമ്പത്ത്, നല്ല കുടുംബം, സമ്പത്ത്, നല്ല കുടുംബം, നല്ല വീട്, വാഹനം. അതിന്റെ കൂടെ നന്ദി എന്ന് എഴുതണം. അതോ നമ്മൾ വേറെ കാര്യം മാത്രം എഴുതിയത്?
ആ ഗോൾസിന്റെ കൂടെ നന്ദി പറയണം, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. നമ്മൾ വിദേശത്ത് പോകണം, നന്ദി. യെസ്. പിന്നെ ലോങ് ടേം ഗോൾസ്. ലോങ് ടേം ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10 മുതൽ 20 വർഷം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് നേടാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് അവരുടെ ബിസിനസ് ഏത് ലെവലിലേക്ക് എത്തിക്കണം, പിന്നെ എന്തെങ്കിലും പഠിക്കുന്ന ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗോൾസ് എഴുതാം. പിന്നെ ഷോർട്ട് ടേം ഗോൾസ്. ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറഞ്ഞാല് 1 വർഷം മുതൽ ഒരു 3 വർഷം വരെ നമ്മൾ എന്തൊക്കെയാണ് നേടാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ എഴുതി വെക്കണം. നമുക്ക് മനസ്സിലുണ്ടായാൽ മാത്രം പോരാ, നമ്മളത് എഴുതി വെച്ചാല് നമുക്കത് നേടാൻ സാധിക്കുള്ളൂ. People without goals work for the dreams and goals of others. ഷിവ്കേര പറഞ്ഞിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടാണ്. അപ്പൊ ലക്ഷ്യമില്ലാത്ത ആൾക്കാർ എന്താണ്? ലക്ഷ്യമുള്ള ആൾക്കാരുടെ ഡ്രീംസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സുനിൽ സാർ എന്താണ് ഹാൻഡ് റൈസ് ചെയ്തത്? എന്തെങ്കിലും പറയാനാണോ? കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാവരുത്. നമ്മൾ നമ്മളുടെ ഗോൾസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കണം, എന്താണ് ശരിക്കും നമ്മളുടെ ഗോൾസ്, എന്തൊക്കെയാണ് നമ്മളുടെ ലക്ഷ്യങ്ങള്. ഗോൾസ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സ്പെസിഫിക് ആയിരിക്കണം. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്കൊരു വ്യക്തത വേണം. ഇപ്പം നമുക്ക് ഒരു വീട് വെക്കണം. വീട് വെക്കുമ്പോൾ വീട് വെക്കുക എന്ന് പറയുന്നത് അത് അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോളല്ല. നമുക്കത് ഏത് സ്ഥലത്ത് വെക്കണം, ഇപ്പൊ എറണാകുളത്താണോ മലപ്പുറത്താണോ ഏത് സ്ഥലത്താണ് വെക്കുന്നത് അത് നമ്മൾ എഴുതി വെക്കണം. അതുപോലെ അത് എത്ര സ്ക്വയർ ഫീറ്റ് വേണം, എത്ര സെന്റിലാണ് നമ്മൾ വീട് വെക്കേണ്ടത്. ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുമ്പോൾ മാത്രമാണ് അത് സ്പെസിഫിക് ഗോൾ എന്ന് പറയാം. അതുപോലെ നമ്മൾ നമ്മൾ പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കുമ്പോൾ എത്ര രൂപ, എത്ര സമയം കൊണ്ട്, അങ്ങനെ എഴുതണം. ഇപ്പൊ ഒരു 5 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്ര മാസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ 1 വർഷം കൊണ്ടാണോ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ എഴുതുമ്പോൾ മാത്രമാണ് അത് സ്പെസിഫിക് ആവുള്ളൂ. പിന്നെ മെഷറബിൾ എന്ന് പറയുമ്പോൾ നമുക്കത് മെഷർ ചെയ്യാൻ സാധിക്കണം. ഇപ്പൊ നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ എത്ര വെയിറ്റ്, ഒരു 6 മാസം കൊണ്ട് നമുക്ക് എത്ര വെയിറ്റ് ആണ്, എത്ര കിലോ ആണ് കുറയ്ക്കേണ്ടത്, അങ്ങനെ നമ്മൾ എഴുതി വെക്കണം. നമുക്ക് ആ ഒരു നമ്മളുടെ ഗോള് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കണം. പിന്നെ അറ്റൈനബിൾ, നമ്മളുടെ കഴിവുകൊണ്ട് നമുക്കത് അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഗോളായിരിക്കണം. ചില ഗോളൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്കത് നേടാൻ പറ്റുമെന്നൊരു സംശയമാണ് അല്ലെ. നമുക്കിപ്പോ 1 കോടി രൂപ 1 വർഷം കൊണ്ട് 1 കോടി രൂപ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോ നമുക്ക് നേടാൻ പറ്റൂല, നമുക്ക് തന്നെ അറിയാം. അപ്പൊ അങ്ങനത്തെ ഗോള് നമ്മൾ എഴുതി വെക്കാൻ പാടില്ല. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോള് മാത്രം നമ്മൾ എഴുതി വെക്കുക. പിന്നെ റിയലിസ്റ്റിക് അല്ലെങ്കിൽ റിലവന്റ്. റിയലിസ്റ്റിക് അല്ലെങ്കിൽ റിലവന്റ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ നമ്മളുടെ പാഷന് യോജിച്ച ഗോളാണോ നോക്കണം. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഗോള് നമുക്ക് എഴുതി വെച്ചാൽ നമുക്കത് ചെയ്യാനും പറ്റൂല. നമുക്ക് ആക്ഷൻ എടുത്താൽ മാത്രല്ലേ, നമ്മൾ ചെയ്യുമ്പോൾ മാത്രല്ലേ അതിന് റിസൾട്ട് വരുള്ളൂ. നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലത്തെ ഗോൾസ് നമ്മൾ എഴുതി വെക്കാൻ പാടില്ല. പിന്നെ ടൈം ബൗണ്ട് ആയിരിക്കണം. ടൈം ബൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഓരോ ഗോള് നമ്മൾ എത്ര സമയം കൊണ്ടാണ് നേടുന്നത് അത് നമ്മൾ എഴുതി വെക്കണം. 6 മാസം കൊണ്ടാണോ, ഇപ്പൊ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം,
അത് 6 മാസം കൊണ്ടാണോ 1 വർഷം കൊണ്ടാണോ എത്ര സമയം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഗോൾസ് സെറ്റ് ചെയ്യണം. അപ്പൊ മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഗോൾസ് ഒക്കെ എഴുതുമ്പോ എന്താണ്, നമുക്ക് നമ്മളെ തന്നെ ഒരു വാല്യൂ തോന്നില്ല. അപ്പൊ നമുക്ക് എന്താണ് ആലോചിക്കുമ്പോ തന്നെ ഒരു ഇൻസ്പിറേഷൻ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ തോന്നുന്ന രീതിയിലുള്ള ഗോൾസ് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. നമ്മൾ ആദ്യം വലിയ ഗോൾസ് സെറ്റ് ചെയ്യണം, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കണം. അപ്പൊ നിങ്ങൾ ഈ വിജയൻ സാറ് സ്റ്റോറി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ വിജയൻ സാറും മോഹന മാഡം ഇവർ രണ്ടാളും എറണാകുളത്ത് ഒരു ചായക്കട നടത്തിയിരുന്നു. ഇപ്പൊ വിജയൻ സാർ 1-2 വർഷം മുമ്പ് മരിച്ചുപോയി. അപ്പൊ കുട്ടിക്കാലം മുതലേ ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ കുറെ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കണം, കുറെ യാത്ര ചെയ്യണം. പക്ഷെ ചെറുപ്പത്തിലൊന്നും അത് നടക്കില്ലായിരുന്നു. ആ സമയത്തൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കുറെ യാത്ര ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവര് ഒരു ചായക്കടയൊക്കെ തുടങ്ങി. അതിന് ഇങ്ങനെ ചെറിയ വരുമാനമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും അതിന്ന് കുറച്ച് പൈസ എല്ലാ ദിവസവും അവര് മിച്ചം വെച്ച് അവര് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ അവര് കുറെ യാത്രകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ കുറെ രാജ്യങ്ങളിൽ പോയി. അപ്പൊ ഈ ഒരു ചെറിയൊരു എന്താണ് ചായക്കടയാണ് അവർ നടത്തുന്നത്. അങ്ങനെ കുറെ വരുമാനമൊന്നും ഇല്ല. അതിന്ന് ചില സമയത്തൊന്നും അവർക്ക് യാത്ര പോകാനൊന്നും പൈസ ഇല്ലെങ്കിൽ അവർ ലോൺ എടുത്തിട്ടൊക്കെയാണ് പോയിരുന്നത്. എന്നിട്ട് വന്നിട്ട് പിന്നെയും ഈ ചായക്കട നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവരാരും ലോണ് തിരിച്ചടക്കുകയായിരുന്നു. പക്ഷെ അവരുടെ ഒരു എന്താണ് വലിയൊരു സ്വപ്നമാണ് ഇങ്ങനെ കുറെ രാജ്യങ്ങൾ കാണുക എന്നുള്ളത്. അങ്ങനെ ഒരു 26 രാജ്യങ്ങള് അവര് ഒരു കുറെ വർഷങ്ങൾ കൊണ്ട് 26 രാജ്യങ്ങൾ അവര് സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ അവര് പോയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടിരുന്നത്. അങ്ങനെ വിദേശത്തൊക്കെ ഓസ്ട്രേലിയ, റഷ്യ, കുറെ രാജ്യങ്ങള്, UAE, കാനഡ, അങ്ങനെ കുറെ രാജ്യങ്ങൾ അവർ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അവർക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്കും ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു പർപ്പസ്, നമുക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കാന് എന്തെങ്കിലും ഒരു എന്താണ് ഒരു പർപ്പസ് വേണം. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമ്പോഴാണ് നമുക്ക് എന്താണ് ജീവിക്കാൻ ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുക, അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മളുടെ ഇവിടുത്തെ ഒരു ലക്ഷ്യം എന്താണ്, ഈ ലോകത്ത് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, നമുക്ക് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ ലോകത്തിന് നമുക്ക് എന്താണ് കൊടുക്കാനുള്ളത്. അങ്ങനെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഇവര് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാല് ഓരോ രാജ്യങ്ങളൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കും. എന്നിട്ട് ആ ഫോട്ടോ ഇവര് അവരുടെ ചായക്കടയിൽ ഒട്ടിക്കായിരുന്നു. അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇവരെ ചായക്കട സന്ദർശിക്കാൻ കുറെ അറിയപ്പെടുന്ന വ്യക്തികളൊക്കെ വരും. കുറെ സിനിമയിൽ നിന്നുള്ള കുറെ ആൾക്കാര്, പിന്നെ രാഷ്ട്രീയക്കാര്, ഇവരൊക്കെ വരുമായിരുന്നു. അപ്പൊ അവർക്ക് എന്താണ് ഈ ഒരു ഫോട്ടോസ് കാണുമ്പോ പിന്നെയും വേറെ രാജ്യങ്ങളിലൊക്കെ പോകാൻ അതൊരു പ്രചോദനമായിരുന്നു. അപ്പൊ ഇന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഭയങ്കര സന്തോഷം കിട്ടുന്നത്, അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഗോൾസിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് നിങ്ങളെ ഗോൾസ് ഒക്കെ എഴുതുവോ? നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ. കുറെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഫ്രാൻസ്, 26ഓളം രാജ്യങ്ങൾ അവർ സന്ദർശിച്ചു. അപ്പൊ നമ്മള് ഗോൾസ് എഴുതേണ്ട ഏരിയാസ് ഏതൊക്കെയാ? നമ്മുടെ ഹെൽത്ത്, കരിയർ അല്ലെങ്കിൽ ബിസിനസ്, റിലേഷൻഷിപ്പ്, ഫിനാൻസ് അല്ലെങ്കിൽ വെൽത്ത്, സോഷ്യൽ ലൈഫ്, പേഴ്സണൽ ഗ്രോത്ത്, ഫാമിലി ലൈഫ്, സ്പിരിച്വാലിറ്റി. അപ്പൊ നമ്മളിങ്ങനെ നമ്മളുടെ ജോലി അല്ലെങ്കിൽ നമുക്കൊരു വീട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ഈ എല്ലാ ഏരിയയിലും നമ്മൾ ഗോൾസ് എഴുതണം.
നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ കരിയറിന് വേണ്ടിയിട്ട്, നമ്മുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് പണം ഉണ്ടാക്കാൻ ഫിനാൻസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമുക്ക് എത്ര രൂപ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ വളരെയേറെ ഹാപ്പി ആവുന്നത്? പിന്നെ സോഷ്യൽ ലൈഫ്, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? നമ്മളെ പേഴ്സണൽ ഗ്രോത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി, അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇതിനെ പറ്റിയൊക്കെ നമ്മൾ എഴുതണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വലിയ വീട് വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കാറ് വാങ്ങിക്കുകയാണ്, ഇത് നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നില്ലേ? ആ യെസ് യെസ് യെസ്. അപ്പൊ അത് നമ്മളുടെ മാത്രം സ്വപ്നാണ്. അപ്പൊ അത് നേടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷാണ്. അപ്പൊ അത് നിങ്ങളിത് എഴുതി വെക്കണം. നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതി വെക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുള്ളൂ. നദീറ മേഡം എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് ഹാൻഡ് റൈസ് ചെയ്താണോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡോപ്പമിൻ ഫാസ്റ്റിംഗ് ആണ്. അപ്പൊ ഡോപ്പമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോർമോണാണ്. നമുക്ക് ഈ ഡോപ്പമിൻ നമ്മളുടെ ശരീരത്തില് സെക്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു ഹോർമോണാണ് ഇത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെ കുട്ടികളായിരുന്നപ്പോ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷാണ്. ഇപ്പം നമ്മളന്ന് ടൂർ കൊണ്ടുപോകുമ്പോ അല്ലെ, ടൂറൊക്കെ അന്ന് അപൂർവമായിട്ടല്ലേ നമ്മൾ പോയിരുന്നുള്ളൂ. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കളിപ്പാട്ടം അല്ലെങ്കിൽ കുറച്ച് വലുതായപ്പോ നമുക്കൊരു സൈക്കിൾ വാങ്ങി തന്നിരുന്നപ്പോ അതൊക്കെ ഭയങ്കര സന്തോഷല്ലായിരുന്നോ? അതെ. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഉപ്പ പട്ടാളത്തിലായിരുന്നു. അപ്പൊ ഇങ്ങനെ ലീവിനൊക്കെ വരുമ്പോ എനിക്ക് ഡ്രസ്സ് കൊണ്ടുതരും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഇപ്പം ഈ ഒരു ജനറേഷൻ കുട്ടികൾക്ക് നമ്മളിങ്ങനെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അവർ പറയുന്നതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു സന്തോഷം, അത്ര സന്തോഷം അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് കുറച്ചു നേരത്തിനൊരു സന്തോഷമുണ്ട്, പക്ഷെ അത് ആ ഒരു കുറച്ച് സമയത്തിന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർക്കത് എന്താണ്, അവരത് മറന്നു പോവാണ്. നമ്മള് കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ച ആ ഒരു സന്തോഷം അവർക്ക് ഇപ്പം കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കിട്ടുന്നില്ല. യെസ്. അവരെന്താണ്, ഇൻസ്റ്റന്റ് പ്ലഷർ, പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. അവര് മാത്രല്ല, നമ്മൾ മുതിർന്ന ആൾക്കാരും അങ്ങനെ തന്നെ. നമുക്കാണെങ്കിലും ഇപ്പം എന്താണ്, സോഷ്യൽ മീഡിയ നമ്മളിങ്ങനെ മൊബൈൽ കുറെ നേരം യൂസ് ചെയ്യുന്നു. കാരണം എന്താണ്, അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് അല്ലേ? യെസ് യെസ്. ഒരു മിനിറ്റ്. സോറി, ലാപ്ടോപ്പിലെ ബാറ്ററി കുറഞ്ഞതാ. ഓക്കെ. അപ്പം നമ്മളെല്ലാരും കുറെ സമയം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്, അത് നമുക്കൊരു സന്തോഷം തരുന്നുണ്ട്.
അതുപോലെ നമ്മൾ എന്താണ് പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഉം. പൊറാട്ട അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കഴിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആ. നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അത് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് ഡോപ്പമിൻ സെക്രീറ്റ് ആവുന്നുണ്ട്. അത് നമുക്ക് ആ ഒരു സമയത്ത് നല്ലൊരു സന്തോഷം തരുന്നുണ്ട്. അതുപോലെ KFC കഴിക്കുമ്പോൾ, അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പോകുമ്പോൾ KFC കഴിക്കുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു എന്താണ് റെസ്റ്റോറന്റിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് പിന്നെയും ഈ KFC കഴിക്കാൻ അല്ലെങ്കിൽ പൊറോട്ട കഴിക്കാൻ ഒരു ടെൻഡൻസിയാണ്. അത് കാരണം എന്താണ്? അത് കഴിക്കുമ്പോൾ നമുക്ക് ഈ സന്തോഷം തരുന്ന ഈ ഹോർമോൺ ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഡോപ്പമിൻ ഈ ഇങ്ങനത്തെ എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുക ഈ സമയത്ത് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്, കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മളുടെ ജോലി ചെയ്യുമ്പോൾ, നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് നമ്മളുടെ ജോലി അത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബുക്ക് വായിക്കുമ്പോൾ, ഈ സമയത്തൊക്കെ ഇത് കുറഞ്ഞ എമൗണ്ടിൽ ഉണ്ടാവുന്നുള്ളൂ, അതിന്റെ അളവ് കുറവാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴെന്താണ് നമ്മൾ എപ്പോഴും ഈ നമുക്ക് പെട്ടെന്ന് ഡോപ്പമിൻ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡോപ്പമിൻ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ചെയ്യുക. നമുക്ക് എന്താണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ കാണുക അല്ലെങ്കിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ചായ കോഫി കുടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഡോപ്പമിൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? നമുക്ക് അങ്ങനെ കുറച്ചു നേരം പഠിക്കുക അല്ലെങ്കിൽ നല്ല നല്ല ബുക്സ് വായിക്കുക ഇതൊക്കെ പറഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്, അല്ലേ? അതെന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് ഈ മോശമായിട്ടുള്ള ഹാബിറ്റ്സ് ആണ് നമ്മള് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ എന്താണ് സിഗരറ്റ് വലിക്കുക, സ്മോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ കുറെ നേരം ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമുക്ക് എന്താണ് കുറെ ആ കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഉണ്ടാവുകയും നമുക്ക് വളരെയേറെ സന്തോഷം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഓഫീസിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മളുടെ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പോഴും നമുക്ക് ഡോപ്പമിൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് കുറഞ്ഞ അളവിലാണ്. ക്ഷീണം വരും, നമുക്ക് എന്താണ് കുറച്ച് കഴിഞ്ഞൊരു മടുപ്പ് തോന്നും, നമ്മളെ കുറെ നേരം നമുക്ക് അതിങ്ങനെ ചെയ്യാൻ തോന്നില്ല. പക്ഷെ നമ്മൾ എന്താണ് ഈ മൊബൈൽ ഉപയോഗിച്ച് എത്ര മണിക്കൂർ നമ്മൾ ഇരിക്കും? ഒരു 3 മണിക്കൂർ സിനിമയൊക്കെ നമ്മൾ ഒരു മടുപ്പില്ലാതെ കണ്ടിരിക്കില്ലേ? പക്ഷെ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഭയങ്കര ക്ഷീണമായിട്ട് തോന്നും, നമുക്ക് എണീറ്റ് പോകാൻ തോന്നും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് നമ്മൾ എത്ര മണിക്കൂർ ഇരിക്കാൻ പറ്റും നമുക്ക്? അതെ, കുറെ നേരം ഇരിക്കുമ്പോഴും നമുക്ക് ഒരു മടുപ്പും ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഒരു ഹാബിറ്റ്സ്, ഈ മോശമായിട്ടുള്ള നമ്മളുടെ ഹാബിറ്റ്സ് എന്താണ് നമുക്ക് ലൈഫിൽ ഒരു കാര്യങ്ങളും നമ്മളെ നല്ലൊരു നിലയിൽ എത്തിക്കാൻ സഹായിക്കില്ല. നമുക്കെന്താണ് അത് നമ്മളെ നല്ല രീതിയിലോട്ട് എത്താന് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിലയ്ക്ക് നമ്മൾ എത്തിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഡോപ്പമിൻ ഫാസ്റ്റിംഗ്. ഡോപ്പമിൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇങ്ങനത്തെ പെട്ടെന്ന് പ്ലഷർ തരുന്ന, പെട്ടെന്ന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഒന്ന് കുറച്ച് നേരത്തിനെങ്കിലും മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മളുടെ ഗോൾസ്, നമുക്ക് എന്തൊക്കെ നമ്മുടെ ലൈഫിൽ നേടേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്തൊക്കെ ഇങ്ങനത്തെ അഡിക്ഷൻസ് ഉള്ളത് ഒന്ന് എഴുതി വെക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും ഉപയോഗമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവാം, അതൊന്ന് എഴുതി വെക്കുക. നിങ്ങളുടെ കുറെ സമയം നഷ്ടപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ? ഫോൺ ഉപയോഗിക്കുന്നത്. ഫോൺ എത്ര സമയം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു ദിവസം?
5 ജോലിയൊക്കെ ആയിട്ടാണ് ഫോൺ നോക്കും. പിന്നെ കിടന്നുറങ്ങും. അഷ്റഫ് സാറിന് കേൾക്കുന്നില്ല? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, സൗണ്ട് ഇല്ല, പറയാൻ പറ്റുന്നില്ല. പിന്നെ ക്ഷീണമാണ് ജോലിക്ക് വിട്ട് വന്ന് ഉറക്കം. മാഡം അല്ല, ഇപ്പൊ എനിക്ക് ഇതുവരെ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ പറയണ കേൾക്കുന്നുണ്ടോ? ഞാൻ ഇവിടുന്ന് ഓരോന്നും പറയുന്നുണ്ട്. അയ്യോ സോറി കേട്ടോ, ഞാനൊന്ന് പക്ഷെ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇവിടുന്ന് ഞാനിങ്ങോട്ട് എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചില്ല. ഞാന് എന്തെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് അറിയാതെ അവിടെ ഓഫ് ആക്കിയതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഓഫായി ഞാൻ അങ്ങനെ പറയണ്ട, പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ സാർ അത് ഇതെന്താ സംഭവിച്ചു മാഡം അത് ഓപ്ഷൻ കൊടുക്കുമ്പോൾ അൺമ്യൂട്ട് ആവും, പക്ഷെ പിന്നെ നമ്മൾ മ്യൂട്ട് ചെയ്താൽ വീണ്ടും പഴയപടി ആവുകയാണ്. അതാണ് എല്ലാവർക്കും അങ്ങനെ പറ്റിയത്. അപ്പൊ അരുൾ സാറ് ഒരുപാട് ആൾക്കാർക്ക് അത് ഓൺ ആക്കാൻ പറ്റിയില്ല. ഞാൻ ഈ അരുൾ സാർ ഇങ്ങനെ പറയുന്നുണ്ട്. അത് അരുൾ സാർ അത് മ്യൂട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അരുൾ സാറിന് അങ്ങനെ സംസാരിക്കാൻ പറ്റിയത്. അപ്പൊ നമ്മള് മ്യൂട്ട് ചെയ്യുമ്പോ പിന്നെ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല വീണ്ടും. ഓഡിയോ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ അതൊന്ന് എഴുതി വെക്കണം. കിട്ടില്ല, അതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ 2 കാര്യങ്ങളൊന്ന് എഴുതി വെക്കണം. നിങ്ങൾക്ക് ലൈഫിൽ ഉപയോഗമുള്ള കാര്യങ്ങള്, നിങ്ങൾക്ക് എന്തൊക്കെ അഡിക്ഷൻസ് ഉണ്ട് എന്നൊരു ലിസ്റ്റ് എഴുതി വെക്കണം. അതുപോലെ നിങ്ങൾ നിങ്ങളെ ഗോൾസിലോട്ട് എത്തിക്കുന്ന കാര്യങ്ങള്, എന്തൊക്കെ നല്ല നല്ല ശീലങ്ങളാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ അടുത്തൊരു ലിസ്റ്റ് ആയിട്ട് എഴുതി വെക്കണം. അപ്പൊ എന്തൊക്കെ എഴുതി വെക്കേണ്ടത്? ആദ്യത്തെ ലിസ്റ്റില് നിങ്ങൾക്ക് അഡിക്ഷൻസ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. രണ്ടാമതായിട്ട് എന്താണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ. അപ്പൊ ഇതില് നിങ്ങൾ ഈ അഡിക്ഷൻസ് ഉള്ള കാര്യങ്ങൾ അത് ഓരോന്നായിട്ട് നിങ്ങൾ ഒഴിവാക്കാൻ നോക്കണം. ഒരുമിച്ച് എല്ലാം കൂടെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ആദ്യം എടുക്കുക. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് മൊബൈൽ കുറെ നേരം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പം ഇപ്പൊ നമുക്ക് പെട്ടെന്ന് അത് മാറ്റാൻ പറ്റൂല. അപ്പൊ ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പൊ ഈ ഒരാഴ്ച ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഇത്ര മണിക്കൂർ മൊബൈൽ യൂസ് ചെയ്യില്ല, അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. അപ്പൊ അത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അത്രയും മതി. കുറെ നേരം ഒന്നും നമുക്കത് പറ്റില്ല. എന്താണ് ഉപയോഗിക്കുന്നത് കുറക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ കഴിയും. അപ്പൊ നമുക്ക് ഉപയോഗമില്ലാത്ത എന്തെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ സമയം കളയുന്നുണ്ടെങ്കിൽ ആ ആപ്പ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ആ ഒരു തീരുമാനം, ഈ ഒരു ശക്തമായ തീരുമാനം നിങ്ങൾ എടുക്കണം. ഇത് എന്തിനാണ്? ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ ലക്ഷ്യത്തിലോട്ട് നമുക്ക് എത്തണ്ടേ? നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമ്മളുടെ വാല്യുബിൾ സമയം എത്രയാണ് കളയുന്നത് അല്ലെ? ഓരോ ദിവസം എത്ര മണിക്കൂറാണ് നമ്മൾ കളയുന്നത്? എന്താണ്? എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സംസാരിക്കുന്ന ആള് അവരൊന്ന് മ്യൂട്ട് ചെയ്യോ? സൗണ്ട്
നാട്ടുകാരുടെയും തുടങ്ങുമ്പോ സൗണ്ട്. ഹലോ കൊടുങ്ങണ്ട് ലെറ്റർ കൊടുങ്ങണ്ട്. അത് സാംസങ് എന്നുള്ള അതിൽ നിന്നാണോ സൗണ്ട് വരുന്നത്? മാഡം കേൾക്കുന്നുണ്ടോ? അബ്ദുല്ല എന്നാണ് സൗണ്ട് വരുന്നത്. അബ്ദുൽ കരീമിന്റെ അവരുടെ അല്ലേ? ആളൊന്ന് മീറ്റ് ചെയ്ത മ്യൂട്ട് ചെയ്തു. യെസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കണം. സോഷ്യൽ മീഡിയ ഒരാഴ്ചയില് ഇപ്പൊ ഈ ആഴ്ച നിങ്ങൾ ഏത് ദിവസമാണ് എത്ര മണിക്കൂറാണ് നിങ്ങൾ ഒഴിവാക്കാൻ വിചാരിക്കുന്നത് അതൊന്ന് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അത് കൃത്യമായിട്ട് പാലിക്കണം. വെറുതെ എഴുതി വെച്ചാൽ മാത്രം പോരാ, അതിൽ നിങ്ങൾ എന്താണ് ഭയങ്കര ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കണം. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല നിങ്ങൾ ഉറപ്പിക്കണം. അതൊക്കെയാണോ? അപ്പൊ ആദ്യം ഏതെങ്കിലും ഒരു കാര്യം എടുക്കുക, എന്നിട്ട് അത് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരിക. ആദ്യം ഒരാഴ്ചയിൽ ഏതെങ്കിലും 1-2 ദിവസം എടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സമയം കൂട്ടിക്കൊണ്ടുവരിക. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ശീലമാണ് മാറ്റിയെടുക്കാൻ പറ്റൂല, കുറച്ച് കുറച്ച് കൊണ്ടുവരാനേ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്തായാലും നമ്മൾ പുറത്ത് പോയിട്ട് കൂടുതലായിട്ട് ഈ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നുണ്ട്. നമ്മളെ ശരീരത്തിന് നമ്മളെ ആരോഗ്യത്തിന് നല്ല ഫുഡ് ആരോഗ്യത്തിന് ബാധിക്കുന്ന ഫുഡ്സ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. പിന്നെ അതുപോലെ നമ്മള് ഈ ഇങ്ങനത്തെ ശീലങ്ങൾ നമുക്ക് എന്താണ് കുറച്ച് ഡോപമിൻ ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ജോലി ചെയ്യുക, ഇങ്ങനത്തെ ശീലങ്ങൾ നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. നമ്മള് എന്താണ് ഈ നമുക്ക് പെട്ടെന്ന് ഡോപമിൻ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡോപമിൻ ഉണ്ടാവുന്ന ഈ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ ഭക്ഷണം കൂടുതലായിട്ടുള്ള ജങ്ക് ഫുഡ്സ് കഴിക്കുക, ഇങ്ങനത്തെ ശീലങ്ങൾ നമുക്ക് കുറെ ഡോപമിൻ തരും. പക്ഷെ ആ ഒരു ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കിയാല് പിന്നെ നമുക്ക് ഈ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ജോലി ചെയ്യുക, അതിന് ഈ കുറച്ച് ഡോപമിൻ കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളമായിരിക്കും. അത് മതിയാവും. നമുക്ക് അതൊരു ശീലമാക്കി ഡെവലപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ മോശമായിട്ടുള്ള ഈ ഹാബിറ്റ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റതിന്റെ ഒരു വാല്യൂ തോന്നാത്തത്. അപ്പൊ നമുക്ക് ഈ അഡിക്ഷൻസ് ഒഴിവാക്കി കഴിഞ്ഞാല് നമുക്ക് നമ്മളെ ലക്ഷ്യങ്ങളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണ് നമ്മളിൽ ഒരു കൺട്രോൾ വരും. അപ്പൊ നമ്മള് എന്താണ് നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമ്മള് കുറെ കാലം ഒരു ലോങ് ടേമിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്താൽ എന്താണ് നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ഈ ശക്തമായ തീരുമാനം എടുക്കാൻ റെഡിയാണോ? ഓക്കെ. അപ്പൊ നാളെ എത്ര സമയം നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കും? നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. എത്ര മണിക്കൂർ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും? 1 മണിക്കൂർ. വെരി ഗുഡ് സർ, വെരി ഗുഡ്. അങ്ങനെ കുറച്ച് കുറച്ചാൽ മതി. നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റൂല. ആ ഒരു 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് കൂടെ എന്റെ അടുത്ത് പറയണം. നമ്മൾ ആ ഒരു അഡിക്ഷൻ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒന്ന് നടക്കാൻ പോവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്തൊന്ന് നല്ല നല്ല ഫ്രണ്ട്സിനെ ഒന്ന് കണക്ട് ചെയ്യാം, അല്ലെ? അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാലോ. യാത്രാവേള അങ്ങനെ യാത്രാവേള എന്താണ് യാത്രാവേള വയ്ക്കാൻ യാത്ര പോവേ? യെസ്. അപ്പൊ നിങ്ങൾ അത് ഇന്ന് കൃത്യമായിട്ട് എഴുതി വെക്കണം. എന്തൊക്കെയാണ് ഹാബിറ്റ്സ് ആണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്, പിന്നെ എന്തൊക്കെ സ്കിൽസ് അല്ലെങ്കിൽ എന്തൊക്കെ നല്ല നല്ല ഹാബിറ്റ്സ് ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്.
ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് എഴുതി വെക്കുക. എന്നിട്ട് നാളെ ഏതെങ്കിലും ഒരു ഹാബിറ്റ് എടുക്കുക, ഒരു മോശമായിട്ടുള്ള ഹാബിറ്റ്, നിങ്ങൾക്ക് അഡിക്ഷൻ ഉള്ള ഒരു ഹാബിറ്റ് എടുക്കുക. അത് നിങ്ങൾ എത്ര നേരം നാളെ ഒഴിവാക്കും അതും ഒന്ന് എഴുതി വെക്കുക. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ എൻ്റെ അടുത്ത് വന്ന് പറയണം. ഓക്കെ അല്ലേ? യെസ് യെസ്. ഗുഡ് നൈറ്റ് മാഡം. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റുക. നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പർപ്പസ് വേണ്ടേ? നമുക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലിരുന്നാൽ മതിയില്ലല്ലോ. നമ്മളത് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നേടാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനുള്ള ശ്രമമായിട്ട് ഇന്നു മുതൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. പിന്നെ അതുപോലെ നമ്മളെല്ലാരും ഒരു ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്, അല്ലെങ്കിൽ കുറെ പേര് ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് പെട്ടെന്ന് എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്ലാസ്സുകളൊക്കെ നടത്തുന്നത്. അപ്പൊ എല്ലാരും അവരുടേതായ ലക്ഷ്യങ്ങൾ പറയാ, അതെങ്ങനെ നേടി എന്ന് പറയാ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാരും ഇനിയും തുടർന്ന് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുക. അപ്പൊ നാളെയും കൂടെ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 12-ാം തീയതി മുതൽ നമ്മുടെ 21 days ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിലും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോവാന്. അപ്പൊ ഈ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും എല്ലാവരും എഴുതണം. അത് നമ്മൾ എല്ലാ ദിവസവും എഴുതേണ്ട കാര്യമാണ്. എണീറ്റ ഉടനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. ഞാൻ എഴുതുന്നുണ്ട് മാഡം. വെരി ഗുഡ്. യെസ് യെസ്. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ കാണാം. നാളെ ഇന്റർവ്യൂ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Okay, thank you so much. Thank you.